എവിടേക്കടി ഓടുന്നത്? ആ ബോംബെന്ന് വന്നിട്ട് സർക്കസ് കാണിക്കണോ? ഞങ്ങൾ കാണാൻ പോവാ. അത് ശരി, ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് കണ്ടോണ്ട് നിൽക്കുകയാണല്ലേ? നാണോ ഇല്ലല്ലോ ഒരുത്തിന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ. ബോംബെന്ന് വന്ന ആളാ, നന്നായി പാടും. ബോംബെയിൽ ജനിച്ചു വളർന്നിട്ടും എത്ര അസലായിട്ടാ മലയാളം പറയണേ. ഓ, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? പാട്ട് മാത്രമല്ല കക്ഷിയുടെ കയ്യില്. കണ്ടില്ലേ, ഇനിയിപ്പോ അമ്മയുടെ പെറ്റാവും അവൻ. നീ ക്ലീൻ ഔട്ട്. അയ്യടാ, ഏത് ബോംബെക്കാരനായാലും ഡൽഹിക്കാരനായാലും എന്നെ വിട്ടുള്ള കാര്യം അമ്മയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ നോക്കിക്കോ, 2 ദിവസം കൊണ്ട് അമ്മയെ ഉള്ളം കയ്യിലെടുക്കും ചങ്ങാതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് പുകച്ച് പുറത്ത് ചാടിക്കും ഞാൻ. ഒരു ബോംബെക്കാരൻ. മോൾ അതിന് വെറുതെ വിയർക്കലാവും. ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ. ഇന്ന് സരസ്വതി പൂജയുടെ നേരത്ത് ബംഗ്ലാവൊക്കെ നിശബ്ദാണ് മുഹൂർത്തല്ലേ, അപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്തെങ്കിലും വൃത്തികേടനാണെങ്കിൽ വേണ്ട മാനസി. കഴിഞ്ഞ പ്രാവശ്യം ഞാനിന്ന് തുമ്മിതിന് 3 മണിക്കൂർ ശിക്ഷ കിട്ടിയത് ഓർമ്മയില്ലേ? മുറിയുടെ മൂലയിൽ പിടിച്ചിരുത്തിയത്. ദൈവം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെങ്ങനെ അങ്ങോട്ട് ചോർത്തി കൊടുത്താലുണ്ടല്ലോ. ആ ചേട്ടൻ ടെറസിന് തലകുത്തി നടക്കണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോടി കുട്ടി കുതിരെ. കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ആദ്യം ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങുക. ഈ വക അഭ്യാസങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? വേറെ ഉണ്ട്, കാണണോ? വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു ചെറിയ സംഭാവന തരട്ടെ. തന്നോളൂ. താനൊരു രജനീകാന്ത. ഇങ്ങനെ കസർത്തും സർക്കസും കാണിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അവരെ നാളെ കാണാൻ പറ്റൂന്നല്ലേ പറഞ്ഞത്. അതുവരെ ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറ മോനെ, നീ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ? പാട്ടല്ലേ? മ്യൂസിക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. സുഭദ്രാമ ഭയങ്കര സ്ട്രിക്റ്റാ. കള്ളത്തരം പറഞ്ഞാൽ നമ്മളെല്ലാരും ഔട്ടാ. അവരെങ്ങാനും പാടാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ഓ, അത് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ സർക്കസ് പാട്ടുകളുണ്ട് എന്നറിയാ. അതിലേതെങ്കിലും ഒന്ന്. അത് ബെസ്റ്റ്. വേണമെങ്കിൽ വയറ്റത്തടിച്ച് പാടുകയും ചെയ്യാലോ അല്ലേ? ഓ, പിന്നെന്താ. നീ എന്റെ വയറ്റത്തടിക്കും. എന്റെ കുട്ട, ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അനുഷ്ഠാനത്തിന്റെയും ആഠ്യത്വത്തിന്റെയും സാധനയുടെ ഒക്കെ കൂടാ സുഭദ്രാമ. അറ്റ്ലീസ്റ്റ് ഇവിടത്തെ കുട്ടികൾ പാടുന്ന ഏതെങ്കിലും ആലാപനങ്ങളോ സ്വരങ്ങളോ ഒന്ന് കേട്ട് പഠിക്കാൻ നോക്ക. അതോ വീണ്ടും തുടങ്ങുവോ ബസ്കിലക്കടി കുമ്മാന്നൊക്കെ പറഞ്ഞിട്ട്? നോക്കൂ, പിന്നെ സൂക്ഷിക്കണം. സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. എന്തൊക്കെ? അതറിയാമെങ്കിൽ ഞാനെന്നെ രക്ഷപ്പെട്ടനെ. ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ 2-3 പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ലേശ ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക. അല്പ കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന് ഇത് തളം തന്നെ വേണ്ടി വരും. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചതാ. എന്ത്? രാവിലെ ഓപ്പയും തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു. സോറി. സാരില്ല. ക്ഷമിച്ചെന്ന് പറയണ എന്റെ ഒരു സമാധാനത്തിന്. സാരില്ലെന്നേ. അമ്മയെ കണ്ടോ? ഇല്ല, അടിയോടി പറഞ്ഞു ഇന്ന് കാണാൻ പറ്റില്ല എന്ന്. ഇതാണ് ഈ അടിയോടിയുടെ കുഴപ്പം. ഒന്നും നേരെ വണ്ണം പറഞ്ഞു തരില്ല. കഴിഞ്ഞ മാസം കൽക്കട്ടയിൽ നിന്ന് ദീപാ ചൗധരി വന്നപ്പോഴും ഇങ്ങനെ തന്നെ. 5-6 മാസം മുമ്പ് അരവിന്ദ് മിത്ര വന്നപ്പോഴും അടിയോടി ഉഴപ്പി. കഴിഞ്ഞ കൊല്ലം ദേവേന്ദ്രനാഥ് വന്നപ്പോഴോ മാനസിക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് അടിയോടി പറഞ്ഞത്. വന്ന ഉടനെ ചെന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് മതി. വലിയ ഗൗരവക്കാരി അമ്മ. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം കേട്ടിട്ടുണ്ട്. അമ്മയൊന്ന് ചിരിപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. വഴി ഞാൻ പറഞ്ഞുതരാം. ചേച്ചി, ഇന്നാ സർക്കസ് എന്ത് പണിയാ ഈ കാണിച്ചത്? മാഡം ചൂടായിട്ടാ പോയിരിക്കുന്നത്. എടോ, ദീപാരാധന സമയത്ത് ആരെങ്കിലും ഡപ്പാങ്കുത്ത് കളിക്കാറുണ്ടോ? ഇല്ല. താൻ അതാ ചെയ്തത്. ധ്യാന സമയത്ത് താൻ പാടുകയും ഈ കോപ്രാണ്ടി തരമൊക്കെ കാണിക്കുകയും ചെയ്ത്. വേഗം ചെന്ന് മാപ്പ് പറയും. വേഗം പോയി മാപ്പ് പറയാ, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ തയ്യാറായിക്കൊള്ളൂ. ഇത്രയോ ഒപ്പയ്ക്ക് പറയാനുള്ളൂ. വേഗം ചെല്ലാൻ.
എല്ലാരും പറഞ്ഞു ചെയ്തത് തെറ്റായെന്ന്. ശരിയാണെന്ന് കരുതി ചെയ്തതാ. ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ. അതെ. നാളെ രാവിലെ സരസ്വതി അമ്മ കഴിഞ്ഞ് കാണാമെന്ന് കരുതിയതായിരുന്നു. തെറ്റിച്ചു നീ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? മാപ്പ്. ലക്നോ ഷാമഖാനയിൽ വെച്ച് ഗുരുശരൺ മഹാപത്ര പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഭാനുമതി സിൻഹയെ കുറിച്ച്. കണ്ടിട്ടില്ല. ഇപ്പോഴാ അറിയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന്. മിസ്സസ് സിൻഹ ഇപ്പോ? അച്ഛനും അമ്മയും പിരിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെ ഷൺമുഖാനന്ദ ഹാളിൽ കച്ചേരി അവതരിപ്പിക്കാൻ വന്നപ്പോ കഴിഞ്ഞ ഓണത്തിന്. ആരാ ആ ഗോഷ്ഠി വേഷം നിനക്ക് തന്നത്? ആരും തന്നതല്ല, റൂമിൽ കിടക്കുന്ന കണ്ടു. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു, എടുത്തിട്ടു. അപ്പ ആ പാട്ടോ? അതാരാ പൂജാ സമയത്ത് തന്നെ നിന്നോട് പാടാൻ പറഞ്ഞത്? അതും ആരും പറഞ്ഞതല്ല, അങ്ങനെ തോന്നിയത് മാത്രം. ഭാനുമതി സിൻഹ തന്നെയാവും ഗുരു അല്ലേ? അതെ. പിന്നെയും പല സ്ഥലത്ത്. വർഷത്തിലൊരിക്കൽ ഈ ബംഗ്ലാവിന്റെ നിശബ്ദതയിലേക്ക് വാഗ്ദേവത അനുഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു അത്. മുടങ്ങാതെ നടന്നു പോരുന്നതായിരുന്നു ആ പൂജ. ഇന്ന് നീ അത് മുടക്കി. പൊയ്ക്കോളൂ, രാവിലെ പൂജാമുറിയിലേക്ക് വാ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അവൻ അമ്മയുടെ പെറ്റാവൂന്ന്. അതിനിപ്പോ എന്താ അല്ലേ? ഒരബദ്ധം ഏത് ഡാൻസ് മാഷക്കും പറ്റും അല്ലേ കുട്ടിക്കുതിരെ? വെളുക്കാൻ തേച്ചത് പാണ്ടായി. അല്ലേ കുക്കു? എല്ലാത്തിനും വേണം ഈ ഓപ്പ ഓപ്പ ഓപ്പ. ആ മനസ്സേ, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നോളൂ. ആ ചെക്കൻ അതാ തമ്പൂര് എടുത്ത് പൂജാമുറി വെക്കണു, നിലവിളക്ക് തുടച്ചു വെക്കണു, തിരി തെറുക്കണു. എന്നും നീയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇങ്ങനെ പോയാൽ ആ സുഭദ്രയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവനോടാവും. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. അങ്ങോട്ട് ചെല്ലുക. ബുദ്ധിയില്ലാന്ന് വെച്ചാ. നാദം ബ്രഹ്മമാണ്, സംഗീതം ദൈവഹിതമാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ശബ്ദം അവനവന്റെ ജന്മവരമാണ്. അതിനെ നിതാന്തമായ സാധനയിലൂടെ, വിട്ടുവീഴ്ചകളില്ലാത്ത അനുശീലനത്തിലൂടെ, കഠിനമായ നിഷ്ഠകളിലൂടെ വളർത്തിയെടുക്കലാണ് സംഗീതത്തിന്റെ ധർമ്മം. സംഗീതം മഹാസാഗരമാണ്. ഒരു ജന്മം കൊണ്ട് അതിന്റെ അഗാധത അറിയുക അസാധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നാദം കൊണ്ട് പ്രപഞ്ചത്തെ ഉലയ്ക്കാം. അറ്റ വേനലിൽ അമൃതവർഷിണി രാഗം ആലപിച്ച് മഴ പെയ്യിച്ച സംഗീത വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ പടുമരം പൂത്തുലയാൻ തക്ക രാഗവിസ്താരങ്ങൾ നമ്മുടെ പൂർവികന്മാർ സ്വായക്തമാക്കിയിരുന്നു. നാദം കൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാം, നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താം. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. അമ്മേ, ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോന്ന് അറിയില്ല. സംഗീതം മുഴുവൻ പ്രകൃതിയിലാണ്. ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ താളവും നാദവുമുണ്ട്. ആരാണ് അവർക്കൊക്കെ സാധകം ചെയ്യിച്ചു കൊടുക്കുന്നത്? ആരാണ് അവരെ അനുഷ്ഠാനം പഠിപ്പിക്കുന്നത്? മൈനയുടെ രാഗവിസ്താരങ്ങൾ ഏത് നിഷ്ഠയുടെ ഫലമായി ഉണ്ടായതാണ്? ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്തോ? ശരിയാണോന്നോ? ഇതൊക്കെ സംഗീതത്തിന്റെ സത്യങ്ങളാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്താ? പ്രകൃതിയിൽ നിന്നാണ് സർവ്വ സംഗീതവുമെന്ന് എങ്ങനെയോ ഞാൻ ധരിച്ചു.
അതിലേക്ക് അലിഞ്ഞു ചേരൽ മാത്രമാണ് സംഗീതജ്ഞന്റെ ധർമ്മമെന്നും. ഇതൊക്കെ ഇവിടെ പറയാവൂന്ന് എനിക്കറിയില്ല. അറിയാത്തൊക്കെ പഠിക്കാനാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത്. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? മടി കുറെ കൂടിയിട്ടുണ്ട് നിനക്ക്. എല്ലാം പഠിച്ചോന്നുള്ള ഹുങ്കാവും. ദാ നോക്ക്, ഇവൻ പറയുന്ന കേട്ടോ നീ? സംഗീതത്തിന്റെ രഹസ്യമായി അവൻ പറയുന്നത്. ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലായില്ലല്ലോ നിനക്ക്. കുട്ടികളിയാണെന്നാ വിചാരം. സ്റ്റുപ്പിഡ്. എന്നെ വിളിച്ചോ? ഇല്ല, പോയി കുളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ലേസി ഇഡിയൻ. തന്നെയാവില്ല. എന്നും രാവിലെ എണീക്കുമ്പോ ഞാൻ എന്നെ തന്നെ ശപിക്കുക, ഇത്രയധികം നുണകൾ പറയേണ്ടി വരുന്നതിന്. നീ വലിയ സെന്റിമെന്റിലൊന്നും ആകണ്ട. പാട്ട് പഠിക്കല നിന്റെ ജോലി. അത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഓ ആട്ടെ, അവിടെ പെർഫോമൻസ് ഓഫ് മില്ലേനത്തെ കുറിച്ച് വല്ലതും പറഞ്ഞ അവള്? പറഞ്ഞു, അവരുടെ ജീവിതാഭിലാഷം അത്. ഒരമ്മയുടെ സ്നേഹം അവരെനിക്ക് തരുന്നത്, ഒരു ഗുരുവിന്റെ വാത്സല്യവും. എങ്ങനെ ഇനി അവരോട് കള്ളം പറഞ്ഞു അമ്മയുടെ സ്നേഹവും ഗുരുവിന്റെ വാത്സല്യവും. എടാ ചാർലി, 10-12 വർഷം അവളോട് കഴിഞ്ഞവനാണ് ഞാൻ. സുഭദ്രാദേവിക്ക് ഈ ലോകത്തൊരൊറ്റയാളുടെ സ്നേഹവും വാത്സല്യവും ഉള്ളൂ. അത് സുഭദ്രാദേവിയുടെ മാത്രമാണ്. ഒരു റിയൽ പ്രൊഫഷണൽ അങ്ങനെയാണ് വേണ്ടതെന്ന് അവൾ വാദിച്ച് സമർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ ജാടയൊന്നും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. ഉമ്മ, കുട്ടികൾ അവർക്കൊന്നും ഒന്നിനും ഒരു വിഷമവും ഇല്ല. ഞാനുമ്മ കയറാനും തെരുവി ചാടിത്തുള്ളാനും പോകേണ്ട ആവശ്യവും ഇല്ല. അത് പറഞ്ഞപ്പോഴൊരു കാര്യമുണ്ട്. നമ്മുടെ പത്മനാഭം വക്കീലിന്റെ ഒരു കക്ഷി ഐ സ്പെഷ്യലിസ്റ്റാ. ഐ ഡോണർ ക്ലബിന്റെ പ്രസിഡന്റാണ്. ആ ക്ലബില് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉമ്മയുടെ പേരിൽ. വൈകാതിരിക്കാൻ വേണ്ട ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമേ, ചന്തു, ബാലു, ദീപു, പൊന്നൂസേ, എനിക്കിവിടെ സുഖം തന്നെ. വലിയൊരു ബംഗ്ലാവായത്. സംഗീതവും നൃത്തവും കൊണ്ട് ഒരമ്പലത്തിന്റെ പരിശുദ്ധിയുള്ള സ്ഥലം. സുഭദ്രാദേവി നല്ല അമ്മയാ. നിങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ മറ്റൊരാളായല്ല ഞാനിവിടെ കഴിയുന്നത്. അതുകൊണ്ടാ. കത്ത് വായിച്ചു തീർന്നു ചേച്ചി. ചാർലിയുടെ ശബ്ദം പോലും ഒന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. പോയിട്ട് ഇന്നേക്ക് 27 ദിവസങ്ങൾ തികയുന്നു. അവന്റെ കൂടെ സർക്കസും പാട്ടുമായി കഴിയുന്നതാ ഇതിനേക്കാൾ ഭേദം, എത്രയോ ഭേദം. ഇതിവിടെ ഒറ്റയ്ക്കിങ്ങനെ തടവിലായതുപോലെ. പാവം, അവനോട് ഒറ്റയ്ക്കാവല്ലോ. ഇങ്ങനെ ഇപ്പൊ പിരിഞ്ഞിരിക്കുമ്പോഴാ പിന്നെയും മനസ്സിലാവുന്നത് ഒരിക്കലും പിരിയാൻ വയ്യാന്ന്. എപ്പോഴാണോ ആർക്കെ സാറ് അവന് വിട്ടുതരിക? ഹലോ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പാട്ടിനെ കുറിച്ചോ അതോ ഡാൻസിനെ കുറിച്ചോ? രണ്ടുമല്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം. ആരും അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാന്ന് അറിയില്ല. അതുകൊണ്ട് 4-5 പേരെഴുതി നറുക്കിടാന്ന് വെച്ചു. അത് കൊള്ളാം. എന്നാ ശരി, എടുക്ക്. സത്യക്ക് തന്നെ നറുക്ക് വീണത്. സൊല്യൂഷൻ പറഞ്ഞു തരേണ്ടത് സത്യ തന്നെയാ. വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. ശരി, എന്താ പേഴ്സണൽ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം.